സുഹൃത്തുക്കളെ, ഇത് ചെറുപ്പത്തിൽ ശാപം ലഭിച്ച ഒരു യുവാവിന്റെ കഥയാണ്. അവൻ ഏത് പെൺകുട്ടിയുമായി പ്രണയിക്കുന്നുവോ ആ പെൺകുട്ടി അടുത്ത ദിവസം തന്നെ അവനുമായി ബന്ധം വേർപെടുത്തും. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് വ്യത്യസ്ത പെൺകുട്ടികളുമായി പ്രണയിക്കുന്നതെന്നും അവന് അവന്റെ യഥാർത്ഥ പ്രണയം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നും നമുക്ക് നോക്കാം. സിനിമയുടെ തുടക്കത്തിൽ കുറച്ചു കുട്ടികൾ വീടിനുള്ളിൽ കളിക്കുന്നത് നമ്മൾ കാണുന്നു. അവിടെ കുട്ടികളെല്ലാം ഒരു കുപ്പി കറക്കി കളിക്കുന്നു. ഈ കുപ്പി ആരുടെ മുന്നിലാണോ നിൽക്കുന്നത്, അവർ കുപ്പി കറക്കിയ ആളോടൊപ്പം കുറച്ചുനേരം ഒരു മുറിയിൽ പോകണം. അവിടെ നമ്മൾ നമ്മുടെ പ്രധാന കഥാപാത്രമായ ചാർലിയെ കാണുന്നു. അവനവിടെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അതിനാൽ അവൻ അവളോടൊപ്പം മുറിയിൽ പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ കുപ്പി ചെന്ന് നിന്നത് കാണാൻ ഭയങ്കരിയായ മറ്റൊരു പെൺകുട്ടിയുടെ മുന്നിലായിരുന്നു. ചാർലി ആ പെൺകുട്ടിയോടൊപ്പം മുറിയിൽ പോയപ്പോൾ അവൾ ചാർലിയോട് തന്റെ കൂടെ അടുത്ത് ഇടപഴകാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ചാർലി വല്ലാതെ ഭയപ്പെടുകയും മുറിയിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. ഇത് കണ്ട ആ പെൺകുട്ടി ചാർലിയോട് ദേഷ്യപ്പെടുകയും അവനെ ശപിക്കുകയും ചെയ്തു. നീ ഏത് പെൺകുട്ടിയെ ഡേറ്റ് ചെയ്താലും അവൾ നിന്നിൽ നിന്ന് വേർപിരിയുകയും അതേ ദിവസം തന്നെ അവളെ കല്യാണം കഴിക്കാൻ മറ്റൊരു പുരുഷനെ കണ്ടെത്തുകയും ചെയ്യും. ഇനി നമ്മൾ വർത്തമാനകാലത്തെ രംഗമാണ് കാണുന്നത്. ഒരു ബീച്ചിൽ ചാർലി ഒരു പെൺകുട്ടിയുമായി പ്രണയിക്കുന്നു. അടുത്ത ദിവസം ചാർലി തന്റെ സുഹൃത്ത് മാക്സിനെ കണ്ടുമുട്ടുകയും ഞാൻ അവളെ സ്നേഹിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത്, അവൾ ദേഷ്യപ്പെട്ടുപോയി എന്ന് പറയുകയും ചെയ്യുന്നു. മാക്സ് ചാർലിയോട് പറഞ്ഞു, എപ്പോഴും പുരുഷന്മാർ കള്ളം പറയേണ്ടിവരും, എങ്കിലേ അവർക്ക് സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയൂ. വാസ്തവത്തിൽ ചാർലിയും അവന്റെ സുഹൃത്തും ഡോക്ടർമാരായിരുന്നു. ചാർലി ഒരു ദന്തഡോക്ടറായിരുന്നു. മാക്സ് വേറെയെന്തോ ജോലിയാണ് ചെയ്തിരുന്നത്. ചാർലിക്ക് തന്റെ രോഗികളെ എപ്പോഴും വിരസമായി തോന്നി, കാരണം അവനുമായി ബന്ധപ്പെടാൻ എപ്പോഴും പ്രായമായവരാണ് വന്നിരുന്നത്. അതേസമയം സുന്ദരികളും ആകർഷകരുമായ പെൺകുട്ടികൾ മാക്സിന്റെ അടുത്ത് ചികിത്സയ്ക്കായി എത്തിയിരുന്നു. ഒരു ദിവസം മാക്സും ചാർലിയും അവന്റെ മുൻ കാമുകിയുടെ കല്യാണത്തിൽ പോകുന്നു. അവിടെ വെച്ച് ചാർലിയുടെ മുൻ കാമുകി അവനോട് പറഞ്ഞു, ചാർലി, നീ ഭാഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, കാരണം നിന്നെക്കൊണ്ടാണ് ഇന്ന് എന്റെ കല്യാണം നടക്കുന്നത്. ഇത് കേട്ടപ്പോൾ ചാർലിക്ക് ഒന്നും മനസ്സിലായില്ല, അവൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന്. വാസ്തവത്തിൽ കുട്ടിക്കാലത്ത് ചാർലിയെ ശപിച്ചപ്പോൾ ആ പെൺകുട്ടി അവനോട് പറഞ്ഞിരുന്നു, നിന്നോടൊപ്പം പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് അടുത്ത ദിവസം തന്നെ അവളുടെ ആത്മസുഹൃത്തിനെ സോൾമേറ്റ് ലഭിക്കും. അതുപോലെയാണ് ചാർലിയുടെ മുൻകാമുകിക്കും സംഭവിച്ചത്. അതേ കല്യാണത്തിൽ കാം എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെത്തുന്നു. കാം കാണാൻ വളരെ സുന്ദരിയായിരുന്നു. അവൾ ചാർലിയുടെ അടുത്തു വന്നിരുന്നു. കാമിനെ കണ്ട ചാർലി ആകെ വിസ്മയിച്ചു പോവുകയും അവളുമായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ചാർലി കാമിനോട് അവളുടെ ജോലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ പെൻഗ്വിനുകളെ പരിപാലിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത് കേട്ട് ചാർലി ചിരിച്ചു, കാരണം കാം അവനെ കളിയാക്കുകയാണെന്നാണ് അവന് തോന്നിയത്. ഇതിനുശേഷം ചാർലിയും കാമിനോട് തന്നെക്കുറിച്ച് പറഞ്ഞു, താൻ ഒരു ദന്തഡോക്ടറാണെന്ന്. ഇതിനു മറുപടിയായി കാം പറഞ്ഞു, ഇതൊരു നല്ല കാര്യമാണല്ലോ. ഇതിനുശേഷം കാം അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ അബദ്ധവശാൽ അവളുടെ കയ്യിലിരുന്ന പാനീയം ചാർലിയുടെ ദേഹത്ത് വീഴുന്നു. കാം പെട്ടെന്ന് ചാർലിയുടെ പാൻസ് തുടയ്ക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ കാമിനെപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു. അടുത്ത ദിവസം ചാർലി തന്റെ ക്ലിനിക്കിൽ വന്നപ്പോൾ അവിടെ ധാരാളം പെൺകുട്ടികൾ നിൽക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. ആരോ ചാർലിയെക്കുറിച്ച് ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ചാർലിയുമായി ഒരു രാത്രി ആസ്വദിച്ച ശേഷം ആ പെൺകുട്ടിക്ക് അവളുടെ ആത്മസുഹൃത്തിനെ ലഭിക്കും എന്നായിരുന്നു ആ ലേഖനം. ഇതേ ലേഖനം കണ്ടിട്ടാണ് എല്ലാ പെൺകുട്ടികളും ചാർലിയെ കാണാൻ വന്നത്, അവർക്കും അവരുടെ ആത്മസുഹൃത്തുക്കളെ കണ്ടെത്താൻ. ചാർലിക്ക് തന്റെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. ചാർലി ഇതിനെക്കുറിച്ച് തന്റെ സുഹൃത്ത് മാക്സിനോട് സംസാരിക്കുമ്പോൾ ചാർലിയുമായി അടുത്തിടെ ബന്ധത്തിലായ അവന്റെ ഒരു കാമുകി അവിടെ വന്നു. അവൾ ചാർലിയോട് പറഞ്ഞു, നീ ശരിക്കും ഭാഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, കാരണം നിന്നെ കണ്ടുമുട്ടിയ ശേഷം എനിക്കും എന്റെ ആത്മസുഹൃത്തിനെ ലഭിച്ചു, ഞാൻ അവനെ വിവാഹം കഴിക്കാൻ പോകുന്നു. അതേ രാത്രിയിൽ ചാർലി വീട്ടിലെത്തിയപ്പോൾ അവനെ കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി പെൺകുട്ടികളുടെ സന്ദേശങ്ങൾ അവന് ലഭിച്ചു. അടുത്ത രംഗത്തിൽ നമ്മൾ കാം പെൻഗ്വിനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണുന്നു. കാമിന്റെ സഹോദരനും അവളോടൊപ്പം ജോലി ചെയ്തിരുന്നു, പക്ഷേ അവൻ എപ്പോഴും മദ്യലഹരിയിലായിരുന്നു. ഇതിൽ ദേഷ്യപ്പെട്ട് കാം അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ അവനൊരു മീൻകാമിന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. ഇത് കാരണം കാം തെന്നി താഴെ വീഴുകയും അവളുടെ ഒരു പല്ല് ഒടിഞ്ഞുപോകുകയും ചെയ്തു. അതേസമയം ചാർലി ഒരു പെൺകുട്ടിയുമായി ഡേറ്റിംഗിന് പോകുകയായിരുന്നു. പക്ഷേ കാറിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി ചാർലിയുമായി സമയം ചെലവഴിക്കാൻ തുടങ്ങി, കാരണം അവൾക്കും അവളുടെ ആത്മസുഹൃത്തിനെ ഉടൻ ലഭിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് ചാർലിക്ക് കാമിന്റെ കോൾ വന്നത്. അവൾ തന്റെ പല്ലിന്റെ കാര്യം പറഞ്ഞു. കാം ചാർലിയോട് തനിക്ക് ചികിത്സ നൽകാൻ ആവശ്യപ്പെട്ടു. ആദ്യം ഇത് തമാശയായി തോന്നിയെങ്കിലും പിന്നീട് ചാർലി കാമിനെ തന്റെ ക്ലിനിക്കിലേക്ക് വിളിക്കുകയും അവളുടെ ചികിത്സ നടത്തുകയും ചെയ്തു. ഇതിനുശേഷം കാം അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അബദ്ധത്തിൽ ഒരു ട്രേ താഴെ വീഴുകയും അതിലെ കൂർത്ത ഉപകരണങ്ങൾ ചാർലിയുടെ പുറത്തു തറക്കുകയും ചാർലിക്ക് നല്ല മുറിവേൽക്കുകയും ചെയ്തു. കാം ചാർലിയോട് ക്ഷമ ചോദിക്കുകയും തനിക്കെപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നും പറയുകയും ചെയ്തു. ചാർലി ഇതെല്ലാം അവഗണിച്ച് കാമിനോട് അവനോടൊപ്പം ഡേറ്റിംഗിന് വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കാം അവനോടൊപ്പം ഡേറ്റിംഗിന് പോകാൻ വിസമ്മതിക്കുകയും ഞാനിപ്പോൾ ആരെയും ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു. ഇതും പറഞ്ഞ് കാം അവിടെ നിന്ന് പോയി. പക്ഷേ അവളുടെ കാർ സ്റ്റാർട്ടായില്ല. ചാർലി തന്റെ കാറിന്റെ സഹായത്തോടെ കാമിന്റെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും
കാം തന്റെ കാർ സ്റ്റാർട്ട് ചെയ്തു. ഇത് കാരണം ചാർലിക്ക് ശക്തമായ ഷോക്ക് ഏൽക്കുകയും അവൻ താഴെ വീഴുകയും ചെയ്തു. കാം അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവളുടെ കാർ ലോക്കായതായും താക്കോൽ കാറിനുള്ളിലുണ്ടെന്നും അവൾ കണ്ടു. കാം ചാർലിയോട് അവളുടെ വീട്ടിലേക്ക് കൂടെ വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവൾക്ക് കാറിന്റെ മറ്റൊരു താക്കോൽ എടുക്കാൻ കഴിയും. അതിനാൽ ചാർലി കാമിനോടൊപ്പം അവളുടെ വീട്ടിൽ പോകുകയും അവർ താക്കോലുമായി തിരികെ വരികയും ചെയ്തു. ഇതിനുശേഷം ചാർലി വീണ്ടും കാമിനോട് ഡേറ്റിംഗിന് പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തവണയും കാം അവനോട് വേണ്ടെന്ന് പറയുകയും ഞാനിപ്പോൾ ഒരു വൈകാരിക ബന്ധത്തിലും വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു. അവിടെ നിന്ന് ചാർലിയും വീട്ടിലെത്തി. അവിടെ അവന്റെ സെക്രട്ടറി വന്നിരിക്കുന്നതും അവൾക്കും അവളുടെ ആത്മസുഹൃത്തിനെ കണ്ടെത്താൻ ചാർലിയുമായി പ്രണയത്തിലാകാൻ ആഗ്രഹിക്കുന്നതും അവൻ കണ്ടു. ചാർലി തന്റെ സെക്രട്ടറിയോട് ഇതെല്ലാം ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ അവൾ ചാർലിയുടെ മുന്നിൽ വൈകാരികമായി അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ ചാർലിക്ക് അവളോട് ദയ തോന്നുകയും അവളോടൊപ്പം സമയം ചെലവഴിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ചാർലി ഇതെല്ലാം മാക്സിനോട് പറഞ്ഞു. അപ്പോൾ മാക്സ് ചാർലിയോട്, നീ ഈ അവസരം ഉപയോഗിക്കണം. കാരണം നിനക്ക് ദിവസവും പുതിയ പെൺകുട്ടികളോടൊപ്പം രാത്രി ആസ്വദിക്കാൻ കഴിയും. ഇത് ആ പെൺകുട്ടികൾക്കും പ്രയോജനകരമാകും എന്ന് പറഞ്ഞു. മാക്സിന്റെ വാക്കുകൾ ചാർലിക്കും ഇഷ്ടപ്പെടുകയും അവൻ ഇത് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ചാർലി തന്റെ ക്ലിനിക്കിൽ പോകുമ്പോൾ അവിടെ ധാരാളം പെൺകുട്ടികൾ ഇരിക്കുന്നത് അവൻ കണ്ടു. ചാർലി ഓരോ പെൺകുട്ടിയോടൊപ്പവും സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഈ രീതിയിൽ ഇത് ദിവസങ്ങളോളം തുടർന്നു. ചാർലി ദിവസവും വ്യത്യസ്ത പെൺകുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ചു. അതിശയകരമായ കാര്യമെന്തെന്നാൽ ചാർലി ഏത് പെൺകുട്ടിയോടൊപ്പമാണോ സമയം ചെലവഴിച്ചത് അവർക്കെല്ലാം അടുത്ത ദിവസം തന്നെ അവരുടെ ആത്മസുഹൃത്തിനെ ലഭിച്ചു. ഇതിനിടയിൽ ചാർലി ഇതെല്ലാം ചെയ്ത് ക്ഷീണിച്ചു. അതിനാൽ അവൻ മാക്സിനെ കണ്ടുമുട്ടി. ഞാൻ ആസ്വദിച്ച പെൺകുട്ടികളിൽ ആർക്കും എന്നെ അറിയില്ല. അതുകൊണ്ട് എനിക്കൊരു യഥാർത്ഥ ബന്ധം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ചാർലിക്ക് കാമിനെ ഓർമ്മ വരുന്നു. അതിനാൽ അടുത്ത ദിവസം രാവിലെ അവൻ കാമിനെ കാണാൻ പോകുന്നു. നീ ഇവിടെ എന്തു ചെയ്യുകയാണ് എന്ന് കാം ചാർലിയോട് ചോദിച്ചു. അപ്പോൾ ചാർലി കാമിനോട്, നിനക്കിപ്പോൾ ഒരു വൈകാരിക ബന്ധം ആവശ്യമില്ലെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാമിന്റെ സഹോദരനും അവിടെ വന്നു. ഇതാണോ നീ എപ്പോഴും സംസാരിക്കുന്ന ആ ചെറുപ്പക്കാരൻ എന്ന് അവൻ കാമിനോട് ചോദിച്ചു. ഇത് കേട്ട് ചാർലിക്ക് സന്തോഷം തോന്നുകയും കാമും അവനെ ഇഷ്ടപ്പെടുന്നുണ്ടാകാം എന്ന് അവന് തോന്നുകയും ചെയ്തു. നീ എന്തിനാണ് എന്റെ കൂടെ ഡേറ്റിംഗിന് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് കാം ചാർലിയോട് ചോദിച്ചു. അപ്പോൾ ചാർലി കാമിനോട്, എനിക്ക് നിന്നെ ഒരുപാടിഷ്ടമാണ്, നീ എനിക്ക് വളരെ നല്ലവളായി തോന്നുന്നു എന്ന് പറഞ്ഞു. ചാർലിയുടെ വാക്കുകൾ കേട്ട് കാമിന് സന്തോഷം തോന്നുകയും അവനോടൊപ്പം ഡേറ്റിംഗിന് പോകാൻ സമ്മതിക്കുകയും ചെയ്തു. രാത്രിയിൽ ചാർലി കാമിനെ വളരെ മനോഹരമായൊരിടത്തേക്ക് ഡേറ്റിംഗിന് കൊണ്ടുപോയി. അവിടെ അവർ ഒരുപാട് സംസാരിച്ചു. പക്ഷേ അപ്പോഴാണ് കാം നടന്നുപോകുമ്പോൾ ഒരു തൂണിൽ ഇടിച്ചതും അവളുടെ തലയ്ക്ക് മുറിവേൽക്കുകയും ചെയ്തത്. ഇത് കണ്ട ചാർലി കാമിനെ ചുംബിച്ചു. ഈ രീതിയിൽ ചാർലിയും കാമും പരസ്പരം കണ്ടുമുട്ടാൻ തുടങ്ങി. ഒരു രാത്രി ചാർലി കാമിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും അവളുമായി പ്രണയത്തിലാകാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോഴാണ് ചാർലിക്ക് തന്റെ സുഹൃത്ത് മാക്സിന്റെ കോൾ വന്നത്. നീ പ്രണയിച്ച എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ആത്മസുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിന്നെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട് എന്ന് അവൻ ചാർലിയോട് പറഞ്ഞു. മാക്സിന്റെ വാക്കുകൾ കേട്ട് ചാർലി ഭയപ്പെടുകയും ഇന്ന് താൻ കാമിനൊപ്പം സമയം ചെലവഴിച്ചാൽ അവൾക്കും മറ്റൊരാളെ ലഭിക്കുമെന്ന് അവന് തോന്നുകയും ചെയ്തു. അതിനാൽ ചാർലി കാമിനൊപ്പം ഒന്നും ചെയ്തില്ല. ഒരു പരുഷമായ ഒഴികഴിവ് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. ഇത് കണ്ടപ്പോൾ കാമിനും വല്ലാതെ തോന്നി. ഇതൊരു സത്യമാണോ അതോ വെറും കിംവദന്തിയാണോ എന്ന് ചാർലിക്കറിയണമായിരുന്നു. ഇതറിയാൻ ചാർലി ഒരു തടിച്ച പെൺകുട്ടിക്ക് കുറച്ച് പണം കൊടുക്കുകയും അവളുമായി ഡേറ്റിംഗിന് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിലൂടെ അവന് അവളുമായി പ്രണയിക്കാൻ കഴിയുമായിരുന്നു. അതേസമയം കാം ചാർലിയെക്കുറിച്ച് വളരെ വിഷമത്തിലായിരുന്നു. കാരണം 2 ദിവസമായിട്ടും ചാർലി അവളോട് സംസാരിച്ചിരുന്നില്ല. കാമിന്റെ സഹോദരൻ അവളോട് പറഞ്ഞു, ചാർലി തിരക്കിലായിരിക്കാം, പ്രണയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്, അതുകൊണ്ട് അവൻ ഉടൻ തന്നെ നിന്നെ വിളിക്കും. അപ്പോഴാണ് കാമിന് ചാർലിയുടെ കോൾ വന്നത്. അവൻ അസുഖമാണെന്ന് പറഞ്ഞ് അഭിനയിക്കുകയും കുറച്ചു ദിവസത്തേക്ക് വിശ്രമിക്കാൻ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതിനാൽ നമുക്ക് വീഡിയോ കോളിൽ സംസാരിക്കാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കാമും ചാർലിയുടെ വാക്കുകൾ വിശ്വസിച്ചു. ഈ രീതിയിൽ കുറച്ച് ദിവസത്തേക്ക് അവർ കോളിൽ സംസാരിച്ചു. അടുത്ത ദിവസം ചാർലി മാക്സിന്റെ അടുത്ത് പോവുകയും ആ തടിച്ച പെൺകുട്ടിയുമായി ഡേറ്റിംഗിന് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവൾ മാക്സിനെ വിവാഹം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചാർലിക്ക് അറിയാൻ കഴിയും. അതേ രാത്രിയിൽ ചാർലി കാമുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാക്സ് ചാർലിയെ വിളിക്കുകയും ഞാൻ ആ പെൺകുട്ടിയോടൊപ്പം ഡേറ്റിംഗിന് പോയിരുന്നു, പക്ഷേ അവൾ എന്നെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചു എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട് ചാർലിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇപ്പോൾ അവന് കാമിനോടൊപ്പം പ്രണയിക്കാം. ഇതിനുശേഷം ചാർലി പെട്ടെന്ന് കാമിന്റെ വീട്ടിലേക്ക് പോവുകയും ആവേശഭരിതമായി അവളോടൊപ്പം പ്രണയിക്കാൻ തുടങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം ചാർലി കാമിനും അവനുമായി കോഫി ഉണ്ടാക്കുമ്പോൾ ടിവിയിൽ ഒരു പെൺകുട്ടിയെ കാണിച്ചു. ആ പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുമായി നിശ്ചയം കഴിഞ്ഞിരുന്നു. ഇത് കണ്ട് ചാർലി ആകെ ഞെട്ടിപ്പോയി. ചാർലി പെട്ടെന്ന് മാക്സിനെ വിളിച്ച് ദേഷ്യത്തോടെ ചോദിച്ചു, നീ ശരിക്കും ആ പെൺകുട്ടിയുമായി ഡേറ്റിംഗിന് പോയിരുന്നോ? അപ്പോൾ മാക്സ് അവനോട്, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്, ഞാൻ ആ പെൺകുട്ടിയുമായി ഡേറ്റിംഗിന് പോയില്ല,
കാരണം ആ പെൺകുട്ടിയോടൊപ്പം എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചാർലിക്ക് തോന്നി, താനിപ്പോൾ കാമിനെ നഷ്ടപ്പെടുത്താൻ പോകുകയാണ്. ചാർലി മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഭക്ഷണസാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ കാം പുറത്തുപോകാതിരിക്കാൻ ചാർലി കാമിനോട് ഇന്നു മുഴുവൻ അവനോടൊപ്പം നിൽക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കാം വിസമ്മതിക്കുകയും ഇന്നെനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയുകയും ചെയ്തു. കാം തന്റെ ഓഫീസിലായിരിക്കുമ്പോൾ ചാർലി അവിടെ വന്ന് വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. ഇത് കണ്ട കാം ചാർലിയോട് പറഞ്ഞു, ഇതാ എന്റെ ജോലിസ്ഥലമാണ്, നീ ഇവിടെ ഇതൊന്നും ചെയ്യരുത്. ഇത് കേട്ട് ചാർലി അവിടെ നിന്ന് പോയി. ജോലി കഴിഞ്ഞ ശേഷം കാം വീട്ടിലേക്ക് പോകുമ്പോൾ ചാർലി അവളെ വീണ്ടും പുറത്തുവെച്ച് കാണുകയും ഇന്ന് രാത്രി തന്റെ കൂടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ചാർലിയുടെ ഈ പെരുമാറ്റം കാരണം കാം വളരെ അസ്വസ്ഥയായിരുന്നു. അതിനാൽ അവൾ അവനോട് പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് നിർത്തണം. എനിക്കിത്തരമൊരു ബന്ധം ഒട്ടും ഇഷ്ടമല്ല. വാസ്തവത്തിൽ കാം അവനെ ഉപേക്ഷിച്ച് മറ്റൊരാളുമായി നിശ്ചയം നടത്തുമെന്ന് ചാർലിക്ക് തോന്നി. അടുത്ത ദിവസം ചാർലി കാമിനായി ഒരു മോതിരം കൊണ്ടുവന്നു, അവളെ വിവാഹത്തിന് ക്ഷണിക്കാൻ. പക്ഷെ കാം അവിടെ മറ്റൊരാളോടൊപ്പമെത്തി. ഇത് കണ്ടപ്പോൾ ചാർലിക്ക് വളരെ ദേഷ്യം വരികയും അവൻ ആ ചെറുപ്പക്കാരനെ അടിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് കണ്ട കാം ചാർലിയോട് ദേഷ്യപ്പെടുകയും അവൻ എന്റെ സുഹൃത്താണ്, ഇനി എനിക്ക് നിന്നോടൊപ്പം ഒരു ബന്ധവും ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു. ഇതും പറഞ്ഞ് കാം ചാർലിയുമായി ബന്ധം വേർപെടുത്തി. ദുഃഖിതനായി പുറത്തിരുന്ന ചാർലിക്ക് തന്റെ ബാല്യകാലം ഓർമ്മ വന്നു. കുട്ടിക്കാലത്ത് ആ പെൺകുട്ടി അവനെ ശപിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അടുത്ത ദിവസം ചാർലി തന്റെ സുഹൃത്ത് മാക്സിനൊപ്പം കുട്ടിക്കാലത്ത് അവനെ ശപിച്ച പെൺകുട്ടിയെ കാണാൻ പോകുന്നു. ചാർലി എല്ലാ കാര്യങ്ങളും ആ പെൺകുട്ടിയോട് പറയുകയും തന്റെ ശാപം തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ പെൺകുട്ടി ചാർലിയോട് പറഞ്ഞു, അതൊക്കെ കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ്, ഇപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. നീ ആ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന സന്തോഷം അവൾക്ക് നൽകാൻ തുടങ്ങുക. ഇത് കേട്ട് ചാർലിയും അവിടെ നിന്ന് പോയി. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ചാർലി കാമിനെ പിന്തുടരുന്നത് നിർത്തി, കാരണം അവൻ ഇപ്പോൾ അവളുടെ സന്തോഷത്തിൽ സന്തുഷ്ടനായിരുന്നു. ഒരു ദിവസം മാക്സ് ചാർലിയുടെ വീട്ടിൽ വരികയും കാം എവിടെയോ പുറത്തുപോവുകയാണ് എന്ന് അവനോട് പറയുകയും ചെയ്തു. ഇത് കേട്ട് ചാർലി കാമിനോട് സംസാരിക്കാൻ പോകുന്നു. അവിടെ ചാർലി തനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാമിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ചാർലി കാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കാതിരുന്നത്. ചാർലിയുടെ വാക്കുകൾ കേട്ട് കാം അവളോട് പറഞ്ഞു, ഞാൻ 2 ദിവസത്തേക്ക് മാത്രമാണ് പോകുന്നത്. നീ അടിച്ച ആൾക്ക് ഇതിനോടകം വിവാഹം കഴിഞ്ഞതാണ്. ഇതും പറഞ്ഞ് കാം ചാർലിയെ ചുംബിച്ചു. മറുവശത്ത് ചാർലിയെ ശപിച്ച ആ പെൺകുട്ടിയെ നമ്മൾ കാണുന്നു. അവൾ ഒരു പെട്ടിയിൽ നിന്ന് ഒരു പാവയെ എടുത്ത് ചാർലിയുടെ ശാപം നീക്കം ചെയ്തു. ഇതിനുശേഷം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് കാണുന്നത്. അവിടെ ചാർലിയും കാമും പരസ്പരം വളരെ സന്തോഷത്തിലായിരുന്നു. ഈ സസ്പെൻസോടെ ഈ സിനിമയുടെ സന്തോഷകരമായ അന്ത്യം സംഭവിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഗംഭീരമായ കഥയുമായി വീണ്ടും കാണാം. കണ്ടതിന് നന്ദി.